OBC സംവരണം ജനസംഖ്യാനുപാതികമല്ല. ഇന്ത്യയിൽ 52% വരുന്ന OBC വിഭാഗങ്ങൾക്ക് ആകെ കൂടി കിട്ടുന്നത് 27% സംവരണമാണ്. നേരെ മറിച്ച് SC/ST വിഭാഗക്കാർക്ക് സംവരണം ഏതാണ്ട് ജനസംഖ്യാനുപാതികമാണ്. എയ്ഡഡ് വിദ്യാലയങ്ങളിൽ വരെ വിദ്യാർത്ഥി പ്രവേശനത്തിന് അവർക്ക് സംവരണമുണ്ട്. അതുകൊണ്ട് OBC വിഭാഗക്കാർ കരുതുന്നത് സംവരണം SC/ST വിഭാഗക്കാർക്കുള്ള എന്തോ ഏർപ്പാടാണെന്നാണ്. അതുകൊണ്ട് സംവരണം നിർത്തിയാൽ തങ്ങൾക്ക് കൂടുതൽ ഗുണമുണ്ടാകുമെന്ന് OBCക്കാർ പലരും വിചാരിക്കുന്നു. ഇക്കാരണത്താൽ ഒരു വിഭാഗം OBCക്കാർ സംവരണത്തെ മൊത്തത്തിൽ തന്നെ എതിർക്കുകയാണ്. രണ്ടാമത്, പട്ടികജാതിക്കാരോടും പട്ടികവർഗക്കാരോടും ചില OBC വിഭാഗക്കാർക്കുള്ള വെറുപ്പും അസൂയയുമാണത്. ദളിതർ തങ്ങളെക്കാൾ താഴ്ന്നവരാണെന്നാണ് സവർണരെ പോലെ അത്തരം OBCക്കാർ കരുതുന്നത്. അസെൻഡിങ് ഓർഡർ ഓഫ് റെഫറൻസ് ആൻഡ് എ ഡിസെൻഡിങ് ഡിഗ്രി ഓഫ് കണ്ടംപ്റ്റ് എന്ന് ജാതി വ്യവസ്ഥയെ പറ്റി ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. മേലോട്ട് ബഹുമാനവും താഴോട്ട് വെറുപ്പും. അതുകൊണ്ടാണ് അവർ വിവാഹ പരസ്യങ്ങളിൽ SC/ST ഒഴികെ എന്നൊക്കെ വംശീയമായ പരസ്യം നൽകുന്നത്. തങ്ങളെക്കാൾ താഴ്ന്നവർ ഉദ്യോഗങ്ങളിലും മറ്റും വന്ന് തങ്ങളെ ഭരിക്കുന്നതിലുള്ള ആശങ്കയും അങ്കലാപ്പുമാണ് പൊതുവിൽ SC/ST സംവരണത്തോടുള്ള ചില OBCകളുടെ വെറുപ്പിന്റെ ഒരു കാരണം. മൂന്നാമതായി, സംവരണം മോശം കാര്യമാണെന്ന് ചില OBCകളും മുസ്ലിങ്ങളും ലത്തീൻ കത്തോലിക്കരും, എന്തിന് ചില പട്ടികജാതിക്കാർ വരെ കരുതുന്നുണ്ട്. അനർഹരായവർക്ക് ഉദ്യോഗവും വിദ്യാഭ്യാസവും നൽകുന്ന പ്രീണന നയമാണ് സംവരണം എന്ന സവർണ പ്രചാരണം അവരും വിശ്വസിക്കുന്നു. അതിനുള്ള കാരണം മുഖ്യധാരാ പാർട്ടികളും മാധ്യമങ്ങളും സംവരണ വിഷയത്തിൽ അവർക്ക് നൽകുന്ന മിസ്ഇൻഫർമേഷനുകളാണ്.